നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി കേരളത്തെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വർഷത്തിൽ 12 ദിവസം മാത്രം നടതുറപ്പുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത്? വർഷത്തിൽ 12 ദിവസം മാത്രം നടതുറപ്പുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം ക്ഷേത്രം. അതെവിടെയാണ്? ആലുവ, എറണാകുളത്താണ് കേട്ടോ. അതായത് ഒരു വർഷത്തിൽ 12 ദിവസം മാത്രമേ അവിടെ നട തുറക്കുകയുള്ളൂ കേട്ടോ. തിരുവൈരാണിക്കുളം തിരുവൈരാണിക്കുളം ക്ഷേത്രം. അതുപോലെ പറയുകയാണെങ്കിൽ പിതൃതർപ്പണത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രം ഏതാണ്? പിതൃതർപ്പണത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രം ഏതാണ്? ആലുവ ശിവക്ഷേത്രമാണ്. കേട്ടോ. അതുപോലെ തന്നെ ശിവരാത്രി ഉത്സവം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രവും ഏത് തന്നെയാണ്? ആലുവയാണ്. ആലുവയാണ്. ആലുവ ശിവരാത്രി വേൾഡ് ഫേമസ് ആണ് കേട്ടോ. ആലുവ ശിവരാത്രി വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം മാത്രം നടതുറപ്പുള്ള ക്ഷേത്രം, ഒരു ദിവസം മാത്രമേ അവിടെ നട തുറക്കത്തുള്ളൂ. ഏതെന്നറിയാമോ? കേരളത്തിൽ ഒരു ദിവസം മാത്രം നടതുറപ്പുള്ള ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. അതെവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ കടുവാ സങ്കേതത്തിന് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഏത് ക്ഷേത്രം? പെരിയാർ കടുവാ സങ്കേതത്തിന് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. മംഗളാദേവി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത്? തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തൃക്കാക്കര ക്ഷേത്രമാണ്. തൃക്കാക്കര ക്ഷേത്രമാണ്. ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയാണ്. തൃക്കാക്കര ക്ഷേത്രം ജില്ല എറണാകുളം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തൃക്കാക്കര ക്ഷേത്രം ജില്ല എറണാകുളം ജില്ലയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്? മലനടയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത സ്ഥലമാണ് മലനട. കാരണം ഇവിടെ നിന്ന് 30 രൂപ പോയിന്റ് ദൂരമേ ഉള്ളൂ മലനടയ്ക്ക്. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്? മലനടയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം ഏതാണ്? ചെട്ടികുളങ്ങര ഭരണിയാണ്. പിന്നെ മറ്റൊന്ന് മലക്കുട ഉത്സവമാണ് കേട്ടോ. മലക്കുട ഉത്സവം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ ചെട്ടികുളങ്ങര ഭരണിയും വേൾഡ് ഫേമസ് ആണ്. ചെട്ടികുളങ്ങര ഭരണി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന എവിടെയാണ്? മലക്കുടയാണ്. അല്ലെങ്കിൽ ചെട്ടികുളങ്ങര ഭരണിയെ പോലെ തന്നെ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന മറ്റൊരു ഉത്സവമാണിത്, മലക്കുട ഉത്സവം കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം ഏതാണ്? കൽപ്പാത്തി രഥോത്സവമാണ്. അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. മാമാങ്കം കൊണ്ടാടിയിരുന്ന ക്ഷേത്രം ഏതാണ്? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ്. മാമാങ്കം കൊണ്ടാടിയിരുന്ന ക്ഷേത്രം കേട്ടോ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ കാടാമ്പുഴ ദേവീക്ഷേത്രം ഇവിടെ തന്നെയാണ്. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ല. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ ഒരിക്കൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ. കേരളത്തെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം. അതുപോലെ കേരളത്തിലെ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്?
തൃശ്ശൂർ ജില്ലയാണ്. ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ ഗുരുവായൂരും ശബരിമലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രം ഏതാണ്? ചോറ്റാനിക്കരയാണ്. ഏതാണ്? ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ജില്ലയാണ് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതുപോലെ ആനന്ദപുരം തടാകക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ല. എവിടെയാണ്? കാസർഗോഡ് ജില്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതുപോലെ മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതിലകം രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതായിരുന്നു: ലോകത്ത് ഏറ്റവും വിലമതിക്കാനാകാത്തത് എന്താണ്? ഇതായിരുന്നു രാജാവിൻ്റെ ചോദ്യം. ഇത് കേട്ടപ്പോൾ പണ്ഡിതന്മാർ പല ഉത്തരങ്ങളും പറഞ്ഞു തുടങ്ങി. രാജാവ് ആദ്യമേ പറഞ്ഞു, രാജാവിൻ്റെ ഈ ചോദ്യത്തിന് ശരിയുത്തരം നൽകുന്നവർക്ക് നല്ല ഒരു സമ്മാനം, അല്ലെങ്കിൽ വിലമതിക്കാനാകാത്തൊരു സമ്മാനം നൽകുമെന്ന് രാജാവ് ഒരു വിളംബരവും പുറപ്പെടുവിച്ചു. രാജാവിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പല പണ്ഡിതന്മാരായിട്ട് പറയാൻ തുടങ്ങി. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും ഈ രാജ്യത്തെ ഏറ്റവും വിലമതിക്കാനാകാത്ത സ്വത്ത് രാജ്ഞിയാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു രാജ്ഞിയുടെ ആഭരണങ്ങളാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു രാജാവിൻ്റെ സിംഹാസനമാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു രാജ്യത്തിൻ്റെ സൈന്യമാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പല ഉത്തരങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ആ കൂട്ടത്തിൽ ഒരാളുടെ ഉത്തരം കേട്ട് രാജാവ് അത്ഭുത പരതന്ത്രനായി പോയി എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ? അതായത് ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ കഴിഞ്ഞുപോയ സമയമാണ് ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തത്. കാരണം ഒരു കഴിഞ്ഞുപോയ സമയം, നമ്മൾ കോടിക്കണക്കിന് രൂപ ധനം നൽകിയാൽ പോലും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കൽ പോലും നമുക്ക് തിരിച്ചു ലഭിക്കില്ല. കേട്ടോ, ജീവിതത്തിൽ സമയത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സമയം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ടൈം ഈസ് ഭയങ്കരമായ ഫാസ്റ്റാണ്. സമയം എന്താണ്? വളരെ ഫാസ്റ്റാണ്. കേട്ടോ, ജീവിതത്തിൽ സമയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നീട് നമുക്ക് കാലാന്തരത്തിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കൽ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം. കേട്ടോ, നമ്മൾ നഷ്ടപ്പെടുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ നോക്കിയാൽ നമ്മൾ എന്ത് നൽകിയാൽ പോലും നമുക്കത് തിരിച്ചു ലഭിക്കില്ല. കേട്ടോ, ഇപ്പം നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടിക്കാലം തിരിച്ചു ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ലഭിക്കുമോ? ഇല്ല. കേട്ടോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ മാക്സിമം സന്തോഷിക്കുക. ജീവിതം എന്തിനുള്ളതാണ്? ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണ്. കേട്ടോ, സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കുക. വരുന്നത് വരട്ടെ. കേട്ടോ, വരുന്നിടത്ത് വെച്ച് കാണും എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സമാധാനിക്കുക. കേട്ടോ, പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കാം? എപ്പോഴും നമ്മൾ എങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ? നമ്മൾ നന്മയിലൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നല്ല സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതം എന്ത് ചെയ്യുക? ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. കേട്ടോ, ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തത് എന്താണ്? ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയമാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ആ സമയം തിരിച്ചു ലഭിക്കുമോ? ഇല്ല. ബാക്കി എന്തും ചിലപ്പോൾ നമുക്ക് തിരിച്ചു ലഭിച്ചേക്കാം. പക്ഷേ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കില്ല. കേട്ടോ, തിരിച്ചു ലഭിക്കാൻ കഴിയാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവൻ ഒരു തവണ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു ലഭിക്കില്ലെന്ന്. ശരിയല്ലേ? ജീവൻ ഒരിക്കൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ തിരിച്ചു ലഭിക്കുമോ? ഇല്ല. കേട്ടോ, അതുകൊണ്ട് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം.
കേട്ടോ. അതാണ് നല്ല ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്.